അത് കേൾക്കേണ്ട താമസം. ആരവ് പെട്ടെന്ന് തന്നെ തൻ്റെ അപ്പുവിനെ കാണാനുള്ള ആദിയോടെ അകത്തേക്കോടി. തൻ്റെ കുഞ്ഞിൻ്റെ തളർന്ന കിടപ്പ് ആരവിൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. മയക്കത്തിലാണെങ്കിലും അവളുടെ ചുണ്ടുകൾ എന്തോ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ മനസ്സിലായി അവൾ ടീച്ചറിനെ കാണണം എന്നാണ് പറയുന്നതെന്ന്. ഇനി അവൾ ഉണർന്നാൽ ഉറപ്പായിട്ടും പിന്നെയും ബഹളം വെച്ച് കരയും. അതുകൊണ്ട് തന്നെ അവളെ ഉണരുമ്പോൾ തന്നെ അവരെ കൊണ്ട് കാണിക്കണമെന്ന് ആരവ് തീരുമാനിച്ചു. ആരവിൻ്റെ സ്പർശനം തൻ്റെ നെറ്റിയിലെറിഞ്ഞ അപ്പൂസ് പതിയെ മിഴികൾ ചിമ്മി തുറന്നു. ആരവ് അപ്പൂസിനെ വാരിയെടുത്ത് ആ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. അതിലുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ വൈരാഗ്യം എത്രത്തോളം അവനെ തളർത്തിയെന്നുള്ളത്. അപ്പു ആരവിനെ നോക്കി പിന്നെയും ചിണുങ്ങാൻ തുടങ്ങി. എൻ്റെ അപ്പൂസെ, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പപ്പ എന്തുമാത്രം പേടിച്ചെന്നറിയോ എന്ന് ചോദിച്ച് അപ്പൂസിനെ ആരവ് കവിളിൽ കുഞ്ഞുന്നുള്ളു കൊടുത്തു. അവൾ അപ്പോൾ തന്നെ ആരവിനെ കണ്ണുരുട്ടി കാണിച്ചു. അവൾ വീണ്ടും ചിണുങ്ങാൻ തുടങ്ങി. ചിപ്പ് കൂലിപ്പോണം. അത് കേട്ട് ആരവിനറിയാമായിരുന്നു ഇനിയും അവളെ കൊണ്ടുപോയില്ലെങ്കിൽ ബഹളം വെച്ച് അവൾ പിന്നെയും പനി കൂട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ആരവ് അപ്പൂസിനെ സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടർ സിദ്ധാർത്ഥ്. നമ്മൾ ക്ലബിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അജീഷ് നമ്പർ തന്നത്. ഓർക്കുന്നുണ്ടോ എന്നെ? ആ, മനസ്സിലായി. ആരവ് ഡോക്ടറിൻ്റെ ഫ്രണ്ട് അല്ലേ? അന്ന് ഡോക്ടർ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോണിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ടതുകൊണ്ടാണ് അപരിചിതമായി സംസാരിച്ചത്. അത് സാരമില്ല അജീഷ്. ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് താങ്കളെ അത്യാവശ്യം ഒന്ന് കാണണം. നേരിട്ട് കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനുള്ള ഡോക്ടർ ഫ്രീ ആകുമ്പോൾ ക്ലബ്ബിൽ വന്നാൽ മതി, ഞാൻ അവിടെ വരാം. എന്നാൽ ഇന്ന് വൈകിട്ട് 3 മണിയാകുമ്പോൾ ഒന്ന് കണ്ടാലോ? അതെന്താ ഡോക്ടർ, അപ്പോൾ തന്നെ കാണാം. ഓക്കെ അജീഷ്, എന്നാൽ 3 മണിക്ക് ക്ലബ്ബിൽ വെച്ച് കാണാം. ക്ലബ്ബിൽ സിദ്ധാർത്ഥനായി കാത്തിരിക്കുകയാണ് അജീഷ്. ഹലോ അജീഷ്, എന്നെ മനസ്സിലായോ? ആ പിന്നെ, ഡോക്ടറിനെ എനിക്ക് ഓർമ്മയുണ്ട്. ആ, ഞാൻ തന്നോട് വരാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാ. എന്നോടോ? എന്ത് കാര്യമാണ് ഡോക്ടറിന് ചോദിച്ചറിയേണ്ടത്? ജാൻവി അറിയാമോ? ആ, ജാൻവി എനിക്കറിയാം. എങ്ങനെയുള്ള പരിചയമാ? ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് പിന്നെ എനിക്ക് ജാൻവിയെക്കുറിച്ച് അറിയണം. ജാൻവിയെക്കുറിച്ച് ഡോക്ടർ എന്തിനാ അറിയുന്നത്? അവളെ ഡോക്ടറിന് അറിയാമോ? എനിക്കറിയാം ജാൻവിയെ. അവളും താനും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ ചോദിച്ചാൽ അവൾ എൻ്റെ പെങ്ങളുട്ടിയാണ്. ഞാൻ അവളുടെ ചേട്ടനും. ചേട്ടനോ? ജാൻവിക്ക് ഒരമ്മ മാത്രമല്ലേ ഉള്ളൂ? ജാൻവിയുടെ നാട്ടിലുള്ളതാണ് ഡോക്ടർ. എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടിയെ കിട്ടിയത് 3 വർഷം മുൻപ് ഇങ്ങോട്ടേക്കുള്ള ഞങ്ങളുടെ ആദ്യ യാത്രയിലാണ്. അജീഷ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഞങ്ങളെന്ന് അജീഷ് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് അജീഷിന് മനസ്സിലായി. അജീഷ് പറഞ്ഞു തുടങ്ങി. ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഞാനും എൻ്റെ മുറപ്പെണ്ണ് അനുവും കൂടി ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഒരു ക്ഷീണിതയായ ദുഃഖങ്ങൾ നിറഞ്ഞ മുഖത്തോടുകൂടി ഒരു കുഞ്ഞിനെയും മാറോട് ചേർത്ത് തങ്ങളുടെ അടുത്ത സീറ്റിലിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. ആദ്യമൊക്കെ അവളൊന്നും സംസാരിച്ചില്ല. എങ്കിലും സംസാരപ്രിയയായ അനു ജാൻവിയോട് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും അവളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അനു ജാൻവിയുമായി സംസാരിച്ച് ഒത്തിരി അടുത്തു. അങ്ങനെ ജാൻവി അവളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്. അവളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചതാണെന്ന്. അവൾക്കും കുഞ്ഞിനും ഇനി ആ നാട്ടിൽ നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ നാട്ടിലേക്ക് അവൾ വണ്ടി കയറിയതെന്ന്. ഇങ്ങോട്ടേക്ക് തന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടിൽ നിന്നും ദൂരെ എവിടേക്കെങ്കിലും പോകണമെന്നേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് കയറിയതാണെന്നും പറഞ്ഞു. ഒരു ലക്ഷ്യമോ കരുതലോ ഒന്നുമില്ലാതെ പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമെന്നാണ് അവൾ പറഞ്ഞത്. കുഞ്ഞിനെയും ഒറ്റയ്ക്ക് അവിടെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഞങ്ങളുടെ കൂടെ കൂട്ടിയത്. സംസാരത്തിലും അവളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് അവളോട് സഹോദര സ്നേഹം തോന്നി. ആദ്യമൊക്കെ അവൾ കൂടെ വരാൻ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സ്വന്തം സഹോദരൻ വിളിച്ചാൽ നീ കൂടെ വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ അവൾക്ക് ഞാൻ ചേട്ടനും അവളുടെ കുഞ്ഞിന് ഞാൻ അവൻ്റെ അമ്മാവനായ അജിപ്പായുമാണ്. ഇതെല്ലാം കേട്ട് സിദ്ധുവിന് സന്തോഷമായി. തൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം കൈവിട്ടു പോയിട്ടില്ല. അവനിനി അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടും. എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവനെ അറിയിക്കണം.
ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ നിലത്തൊന്നും ആയിരിക്കില്ല. സിദ്ധാർത്ഥ് തന്റെ കൂട്ടുകാരനെ കുറിച്ച് ഓർത്ത കൂട്ടത്തിൽ തന്നെ അവന്റെ മനസ്സിൽ ഈ കൊച്ചുപ്രായത്തിൽ ജാനു അനുഭവിക്കേണ്ടുന്ന കഷ്ടപ്പാടും കടന്നു വന്നു. അത് അവന്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ മിഴിനീർ കാട്ടിത്തന്നു. എത്രത്തോളം സ്നേഹം തന്റെ കൂട്ടുകാരനോടുണ്ടെങ്കിലും അവൻ കാരണമാണല്ലോ ആ പാവം പെണ്ണ് ഇത്രയും അനുഭവിച്ചതെന്നുള്ള ചിന്ത സിദ്ധുവിന് ആരവിനോട് ചെറിയ തോതിൽ ഈർഷ്യയും ഉണ്ടാക്കി. അതോർക്കെ അവന്റെ മനസ്സും മന്ത്രിച്ചു. ആരവ് ഇത്രയും വേദനയെങ്കിലും അനുഭവിച്ചത് നന്നായി. അവനും അറിയണം ആ പെണ്ണ് അനുഭവിച്ച വേദന. അറിയാത്ത നാട്ടിൽ അവൾ അജീഷിന്റെയും അനുവിന്റെയും അടുക്കൽ എത്തിപ്പെട്ടതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവൾ ഇന്ന് ജീവനോടെ കാണുമോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ സിദ്ധാർത്ഥിന്റെ ചിന്തകൾ പല വഴി കടന്നുപോയി. ഡോക്ടർ എന്നുള്ള അജീഷിന്റെ വിളിയാണ് സിദ്ധുവിനെ സ്ഥലകാല ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അജീഷ്, ഒത്തിരി നന്ദിയുണ്ടോ. തന്നിൽ നിന്നും ഈ കാര്യങ്ങൾ അറിയാൻ ആണ് ഞാൻ വന്നത്. അല്ല ഡോക്ടർ, എന്തിനാ ജാൻവിയെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാൻ വന്നത്? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അവളുടെ നാട്ടുകാരനാണോ ഡോക്ടർ? ഇതൊക്കെ എന്തിനാ അജീഷിനോട് ചോദിച്ചത് അറിഞ്ഞൊന്ന് മനസ്സിലാകണമെങ്കിൽ അജീഷ് ആരവിനെ പറ്റി അറിയണം. 3 വർഷം മുൻപുള്ള ജാൻവിയുടെ ജീവിതത്തെപ്പറ്റി അറിയണം. ഞാൻ എല്ലാം തനിക്കിപ്പോൾ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് സിദ്ധു എല്ലാ കാര്യങ്ങളും അജിയോട് പറഞ്ഞു. എല്ലാം കേട്ട് അജിയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ പെങ്ങളായി കണ്ടവൾ ഇത്രയും വേദന തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണോ? ഇതെല്ലാം കേട്ടിട്ട് ആരവിനോട് ദേഷ്യം തോന്നിയെങ്കിലും അവന്റെ ജീവിത സാഹചര്യങ്ങളും അവൻ അങ്ങനെയാകാനുള്ള കാരണങ്ങളും അതുപോലെ ആരവിന്റെ മനസ്സിൽ ജാൻവിയുടെ ഇഷ്ടമാണ് സിദ്ധാർത്ഥിനെ തന്റെ മുൻപിൽ ഇങ്ങനെ എത്തിച്ചതും എന്നൊക്കെയുള്ള ചിന്തയും ആരവിനോട് ദേഷ്യം മാറി അജിക്ക് അയാളോട് സഹതാപം തോന്നി. അതേസമയം, മോളെ, ഇപ്പോ തന്നെ നമുക്ക് സ്കൂളിൽ പോകാം. നീ കരയിലടാ. 3 മണിയോട് സമയമെടുത്തു. ഇപ്പോൾ സ്കൂൾ വിടാറായി കാണും. ഇപ്പൊ ചെന്നാൽ ടീച്ചറിനെ കാണാൻ പറ്റില്ല. പക്ഷേ അപ്പുവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ അവിടെ എത്തിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവൾ ഇനിയും കരഞ്ഞ് ബഹളം വയ്ക്കും. നിമിഷങ്ങൾ കൊണ്ട് ആരോ വണ്ടിയും കൊണ്ട് സ്കൂളിലേക്കെത്തി. അവിടെ ചെന്നപ്പോൾ കുട്ടികളെയൊക്കെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കണ്ടത്. ആരവ് അപ്പൂസിനെയും എടുത്ത് സ്കൂളിനകത്തേക്ക് നടന്നു. അർപ്പിത ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള നിമ്മി ടീച്ചറിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ആരവ് അവരോട് ചോദിച്ചു. മോളുടെ ക്ലാസ് ടീച്ചറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ, ടീച്ചർ ഇപ്പോൾ പോയതേ ഉള്ളൂ. അവർ വീട്ടിലെത്തി കാണും. ടീച്ചറിന് വയ്യ എന്ന് പറഞ്ഞു പോയതാ. അവരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? മോള് ഭയങ്കര വാശിയാണ് അവരെ കാണണമെന്ന് പറഞ്ഞു. അവൾക്ക് പനിയായി ഹോസ്പിറ്റലായതുകൊണ്ടാണ് നപ്പൂസിനെ ഇങ്ങോട്ട് വിടാതിരുന്നത്. ആരവിന്റെ ശബ്ദത്തിലെ ദയനീയത അറിഞ്ഞ് നിമ്മി ആരവിന് ജാൻവിയുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ആരവ് അപ്പൂസിനെയും എടുത്ത് വണ്ടിയിൽ കയറി. തന്റെ പ്രിയപ്പെട്ടവളുടെ അടുത്താണ് പോകുന്നതെന്ന് അറിയാതെ. ത്തോടെ തന്റെ എല്ലാ സംശയങ്ങളുടെ ഉത്തരവും കിട്ടുമെന്ന് ആരവ് മനസ്സിൽ ഓർത്ത് വണ്ടി തിരിച്ചു. ഈ സമയം ആരവിനെ കാണാതെ അവനോട് താനറിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഫോൺ വിളിക്കുകയാണ് സിദ്ധു ആരവിനെ. എന്നാൽ കുഞ്ഞിന് വയ്യാതെ വന്ന ടെൻഷനിൽ ആരവ് തന്റെ ഫോൺ വീട്ടിലിട്ടിരിക്കുകയാണെന്ന് സിദ്ധു അറിഞ്ഞില്ല. ഇവരിതിവിടെ പോയി കിടക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഫുള്ള് റിങ് ചെയ്യുന്നുണ്ട്. ഈ പ്രാന്തനെന്താ ഫോൺ എടുക്കാത്തത്? കൊച്ചിനെയും കൊണ്ട് അവൻ വീട്ടിൽ വരാമെന്നല്ല പറഞ്ഞത്. ഇവൻ ഇവിടെ ഒന്നും കാണുന്നുമില്ലല്ലോ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ നോക്കുമ്പോൾ അവൻ ഇവിടെ പോയി കിടക്കണോ എന്തോ. ഫോൺ എടുക്കാതെ ദേഷ്യവും എല്ലാം കൂടി അവനെ മനസ്സിൽ ചീത്ത വിളിക്കുകയാണ് സിദ്ധു. ഇന്ന് തന്നെ തന്റെ സംശയം തീർക്കണം. എന്തായാലും ഇപ്പൊ മോളുടെ നിർബന്ധമാണ് ഇങ്ങോട്ട് വരാനെങ്കിലും ഇതിപ്പോ തന്റെ ആവശ്യമാണ്. ആ പാർക്കിൽ വെച്ച് അജീഷിനോടും അവന്റെ മകനോടും ഒപ്പം കണ്ടത് തന്റെ ജാൻവിയെ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. സിദ്ധുവിന്റെ വാക്കുകളുടെ ആശ്വാസത്തിലാണ് അത് അവളല്ലായിരിക്കും എന്ന ചിന്ത തന്റെ ഉള്ളിൽ കടന്നുകൂടിയത്. എന്തായാലും ഇന്ന് എല്ലാത്തിനും ഒരു ഉറപ്പ് വരുത്തണം. മനസ്സിലെ സംശയങ്ങൾ തീർക്കാനായി ആരോ പെട്ടെന്ന് തന്നെ അപ്പൂസിന്റെ ടീച്ചറിനെ കാണാൻ വണ്ടി വേഗത്തിൽ തന്നെ മുൻപോട്ടെടുത്തു. എന്തായിരിക്കും തന്റെ കുഞ്ഞിക്ക് പറ്റിയത്? അവൾക്ക് എന്തെങ്കിലും വയ്യാഴികയാകുമോ? വീട്ടിനകത്തിരുന്നിട്ട് ഒരു സമാധാനമില്ലല്ലോ എന്നും പറഞ്ഞ് ജാൻവി വീടിന്റെ ഉമ്മറപ്പടിയിൽ തലചാരി കണ്ണുമടച്ചിരുന്നു. ടീച്ചറേ എന്ന തന്റെ കുഞ്ഞിയുടെ ശബ്ദമാണ് ജാൻവിയെ ഉണർത്തിയത്. ആദ്യം ടീച്ചറേ എന്ന വിളി കേട്ടെങ്കിലും തന്റെ ഉള്ളിലെ ഇപ്പോഴുമുള്ള തോന്നലാണെന്ന് കരുതി അവൾ കണ്ണ് തുറന്നില്ല. തന്റെ നെറ്റിയിൽ കുഞ്ഞിക്കൈകളുടെ സ്പർശനമറിഞ്ഞാണ് ജാൻവി കണ്ണ് തുറക്കുന്നത്. തന്റെ കുഞ്ഞിയെ കണ്ട സന്തോഷത്തിൽ അവൾ ഉള്ളിലടക്കിയ തന്റെ മാതൃസ്നേഹം തന്റെ കുഞ്ഞിലവൾ അമൃതവർഷമായി ചുംബനങ്ങൾ കൊണ്ട് അവളെ മൂടി. മോളെ, അമ്മ എന്തുമാത്രം പേടിച്ചെന്നു. അവച്ച എവിടെയായിരുന്നു? അവയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ?
എന്നും ചോദിച്ച് ജാൻവി തൻ്റെ കുഞ്ഞിയെടുത്ത് അവളുടെ കുഞ്ഞുമേനി മുഴുവൻ തലോടി. എന്നാൽ കുറച്ചു മാറി കാറിൻ്റെ അടുത്ത് ഇതെല്ലാം കണ്ട് തറഞ്ഞു നിൽക്കുന്ന ആരവിനെ ജാൻവി കണ്ടില്ല. കാറ് നിർത്തിയതും ഉമ്മറപ്പടിയിലിരുന്ന രൂപത്തിൻ്റെ അടുത്ത് തൻ്റെ അപ്പൂസ് ടീത്തരെ എന്ന് വിളിച്ച് കൂവി ഓടുന്നത് മാത്രമേ ഇപ്പോഴും ആരവിന് ഓർമ്മയുള്ളൂ. അതിനുശേഷം താൻ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിൽക്കുകയാണവൻ. അതെ, അവൾ തന്നെ, തൻ്റെ ജാൻവി. അപ്പോൾ താനെന്ന് കണ്ടത് തൻ്റെ ജാൻവിയെ തന്നെയായിരുന്നു അല്ലേ? എന്നാലും അവൾ തന്നെയും തൻ്റെ അപ്പൂസിനെയും മറന്ന് മറ്റൊരു കുടുംബമൊക്കെ ജീവിക്കുകയാണല്ലോ. അവൾക്ക് തന്നെ മറക്കാൻ കഴിഞ്ഞോ? തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിഞ്ഞോ? അവളെ കുറ്റം പറയാൻ തനിക്ക് എന്താണ് അവകാശം? 3 വർഷം മുൻപ് അവളുടെ ജീവിതം ഇരുട്ടിലാക്കിയത് താൻ തന്നെയല്ലേ അവളോട് ഇനി ഒരു അവകാശവും പറഞ്ഞ് തൻ്റെ അടുക്കൽ വരരുതെന്ന് പറഞ്ഞത്? ഇപ്പോൾ അവൾ മറ്റൊരാളുടേതാണ്. അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അജീഷും കുഞ്ഞുമായിരിക്കും അവളുടെ ലോകം. അവൾക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. താനും തൻ്റെ മകളും ഇനി അവളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവാൻ പാടില്ല. ഞാൻ ഒരിക്കൽ നശിപ്പിച്ച അവളുടെ ജീവിതം ഇപ്പോൾ അവൾക്ക് അജീഷിലൂടെയും അവൻ്റെ കുഞ്ഞിലൂടെയും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനിയും താൻ അവളുടെ ഈ ജീവിതം കൂടി നശിപ്പിക്കാൻ പാടില്ല എന്ന തീരുമാനവുമെടുത്ത് ആരവ് ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്ന സങ്കടം ഉള്ളിലൊതുക്കി ഉമ്മറം ലക്ഷ്യമാക്കി നടന്നു. വാതിൽക്കൽ എത്തിയപ്പോഴാണ് ജാൻവി ആരവിനെ കണ്ടത്. ആരവിനെ കണ്ടതും ജാൻവി തൻ്റെ വാവാച്ചിയെ ഒന്നുകൂടി തന്നോട് അണച്ചു വിളിച്ചു. ഇനി തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റരുതേ എന്ന പോലെ. പക്ഷെ അവളുടെ ആ പ്രവൃത്തി അവനെ ഒന്നുകൂടി മുറിവേൽപ്പിച്ചു. അപ്പോൾ ജാൻവിക്കറിയാമായിരുന്നു അപ്പൂ സ്വന്തം മകളാണെന്ന്. അതറിഞ്ഞു വെച്ച് അവൾ എന്തിനാണ് തൻ്റെ കുഞ്ഞുമായിട്ട് അടുത്തത്? അവൾക്കിപ്പോൾ വേറെ കുടുംബമായില്ലേ? ഇനി താനും തൻ്റെ മോളും എന്തിനാണ് അവളുടെ ജീവിതത്തിനിടയിൽ തടസ്സമാവുന്നത്? വേണ്ട, എൻ്റെ കുഞ്ഞിന് ഇത്രയും നാളും ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും അത് തന്നെ മതി എന്ന് മനസ്സിൽ തീരുമാനമെടുത്ത് ആരോ വീണ്ടും നടന്ന് അപ്പുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ജാൻവിയുടെ അടുത്തെത്തി. താൻ ഭയപ്പെട്ടതുപോലെ തൻ്റെ കുഞ്ഞിനെ ഇനിയും തനിക്ക് നഷ്ടപ്പെടുമെന്ന ചിന്ത ജാൻവിയെ ആകെ ഭീതിയിലാഴ്ത്തി. അവൾ തൻ്റെ പൊന്നോമനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പനിയും പിന്നെ മരുന്ന് കഴിച്ചിരിക്കുന്നതുകൊണ്ടുള്ള ക്ഷീണമൊക്കെ കൊണ്ടാവാം ജാൻവിയുടെ മാറിൻ്റെ ചൂടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അപ്പൂസ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആരവ് തൻ്റെ ദുഃഖം മറച്ചുവെച്ച് ഗൗരവത്തോടെ സംസാരിച്ചു തുടങ്ങി. നീ തന്നെയായിരുന്നു അല്ലേ ജാൻവിയെ എൻ്റെ അപ്പൂസിൻ്റെ ടീച്ചർ?